പ്രിയ വിദ്യാർത്ഥികളെ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ജനറേറ്റിംഗ് ഫങ്ഷൻ ഫോർ എ സീക്വൻസ്, റെക്കറൻസ് റിലേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായി പഠിച്ചു. ഇനി ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗം, ഫോർത്ത് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഭാഗം, ജനറേറ്റിംഗ് ഫങ്ഷൻ ഫോർ എ സീക്വൻസ്. എന്താണ് ഒരു സീക്വൻസിൻ്റെ ജനറേറ്റിംഗ് ഫങ്ഷൻ? ലെറ്റ് A0, A1, A2, etc. be a sequence of real numbers. The function f of x equal to A0 plus A1x plus A2x square plus etc. is called the generating function for the given sequence. നമ്മുടെ കയ്യിൽ ഒരു സീക്വൻസ് ഉണ്ട്, A0, A1, A2 etc. ഈ സീക്വൻസിൻ്റെ ജനറേറ്റിംഗ് ഫങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു A0 പ്ലസ് A1x പ്ലസ് A2x സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന ആ സീരീസ് ആണ് ജനറേറ്റിംഗ് ഫങ്ഷൻ. നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് A0 പ്ലസ് A1x പ്ലസ് A2x സ്ക്വയർ പ്ലസ് A3x ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതിനെ സമ്മേഷൻ ഫോമിൽ സിഗ്മ നൊട്ടേഷൻ നമുക്ക് മാറ്റി എഴുതാം. ദറ്റ് ഈസ് സിഗ്മ I going from 0 to infinity AI xi അല്ലേ? ഫസ്റ്റ് ടേം എന്തായിരിക്കും? A0 x പവർ 0. എക്സ് പവർ 0 പറഞ്ഞു കഴിഞ്ഞാൽ 1. ദറ്റ് ഈസ് ഫസ്റ്റ് ടേം A0 ഇൻറ്റു 1 പ്ലസ് സെക്കൻഡ് ടേമോ A1 ഇൻറ്റു എക്സ്, തേർഡ് ടേം A3 ഇൻറ്റു എക്സ് ക്യൂബ് അല്ലേ? സിഗ്മ വന്നതുകൊണ്ട് എല്ലാ ടേമിൻ്റെയും ഇടയ്ക്ക് എന്ത് ചെയ്യണം? സം എന്ന നൊട്ടേഷൻ ആഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഒരു സീക്വൻസിൻ്റെ ജനറേറ്റിംഗ് ഫങ്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു സീക്വൻസ് 1 1 1 1 എക്സെട്ര, കോൺസ്റ്റൻറ്റ് സീക്വൻസ് അല്ലേ? ഇതൊരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. ഈ സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ജനറേറ്റിംഗ് ഫങ്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതണം? ഫസ്റ്റ് ടേം ആണെന്ത്? കോൺസ്റ്റൻറ്റ് ടേം. സെക്കൻഡ് ടേമിൻ്റെ കൂടെ എക്സ്, തേർഡ് ടേമിൻ്റെ കൂടെ എക്സ് സ്ക്വയർ എക്സെട്ര. ഇത് മൾട്ടിപ്പിൾ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ദറ്റ് ഈസ് 1 പ്ലസ് 1 ഇൻറ്റു എക്സ്, ദറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ, ദറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് ക്യൂബ്, ദറ്റ് ഈസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതാണ് ജനറേറ്റിംഗ് ഫങ്ഷൻ ഫോർ ദ സീക്വൻസ് 1 1 1 എക്സെട്ര. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഇത്? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ സീക്വൻസിൻ്റെ സിമ്പിൾ ഫോം. സോറി, സീക്വൻസ് അല്ല, ഈ സീരീസിൻ്റെ സിമ്പിൾ ഫോം എന്തായിരുന്നത്? ദറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്, എക്സ് നോട്ട് ഈക്വൽ ടു 1 അല്ലേ? ഇതിൻ്റെ മെക്ലോറിൻ സീരീസ് ആയിരുന്നു ഇത്. ഈ ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വെർ എക്സ് നോട്ട് ഈക്വൽ ടു 1. ഈ ഫംഗ്ഷൻ്റെ മെക്ലോറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു ഇത് അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മെക്ലോറിൻ സീരീസും അതുപോലെ തന്നെ ടൈലർ സീരീസും ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സീക്വൻസ് കിട്ടി, അതിൻ്റെ കറസ്പോണ്ടിങ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ. ഇവിടെ മോഡി എക്സ്, എക്സ് നോട്ട് ഈക്വൽ ടു 1 ആയ പോരാ, മോഡി എക്സ് എന്തായിരിക്കണം? ലെസ് ദാൻ 1 ആയിരിക്കണം, എന്നാലേ ഇത് കൺവേർജ് ചെയ്യുള്ളൂ. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്, അങ്ങനെയും പറയാം. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. ദറ്റ് ഈസ് ജോമെട്രിക് സീരീസിലെ ആർ എന്തായിരുന്നു? ആർ ഈക്വൽ ടു എക്സ് ആണ്. എപ്പോഴാണ് കൺവേർജ് ചെയ്യുക? മോഡ് ആർ ലെസ് ദാൻ 1 ആകുമ്പോഴേ ഒരു ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുള്ളൂ. ഒരു ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സം എന്തായിരിക്കും? എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ആയിരിക്കും അല്ലേ? ഇവിടെ എ എന്താണ്? എ ഫസ്റ്റ് ടേം, ദറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എന്താണ് അല്ലേ? എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ റേഷ്യോ.
ദാറ്റ് ഈസ് ആർ പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ റേഷ്യോ. ദാറ്റ് ഈസ് കോമൺ റേഷ്യോ. ഏത് അടുത്തുള്ള ടേം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും എക്സ് ഡിവൈഡ് ബൈ 1, എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ്, എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ, ഇതെല്ലാം എന്താണ്? എക്സ് ആണ്. ഇതാണ് കോമൺ റേഷ്യോ. ഒരു സീരീസിന് കോമൺ റേഷ്യോ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് എന്ത്? ജോമെട്രിക് സീരീസ്. ജോമെട്രിക് സീരീസിലെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും രണ്ട് ടേം ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? ദെർഫോർ സം എന്തായിരിക്കും? മോഡ് ആർ ലെസ് ദാൻ 1 ആകുമ്പോഴേ കൺവേർജ് ചെയ്യുകയുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സമ്മ് എന്തായിരിക്കും? ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ആണ്. എ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ, ദാറ്റ് ഈസ് ആർ എന്താണ്? എക്സ്. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സിൻ്റെ കറസ്പോണ്ടിങ് സീരീസ് ആണ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇതിൻ്റെ മെക്ലോറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ബൈനോമിയൽ തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ബൈനോമിയൽ തിയറം? ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് ഹോൾ പവർ എൻ ദാറ്റ് ഈക്വൽ ടു എൻ സി 0 1 പവർ എൻ എക്സ് പവർ 0. നെക്സ്റ്റ് എൻ സി 1 പവർ എൻ മൈനസ് 1 എക്സ് പവർ 1 അല്ലേ? പ്ലസ് എൻ സി 2 1 പവർ എൻ മൈനസ് 3 എക്സ് ക്യൂബ് എൻ മൈനസ് 2 എക്സ് സ്ക്വയർ പ്ലസ് എൻ സി 3 1 പവർ എൻ മൈനസ് 3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഏതുവരെ? ലാസ്റ്റ് ടേം എന്തായിരിക്കും? ഇവിടെ എൻ സി 0 1 2 എക്സെട്ര എൻ വരെ അല്ലേ? പവർ എൻ ആണെങ്കിൽ എൻ വരെ. 1ൻ്റെ പവറോ റെഡ്യൂസ് ചെയ്യാണ്, എൻ മൈനസ് 1 എൻ മൈനസ് 2 എൻ മൈനസ് 3. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ടേം 0 ആയിരിക്കും. നെക്സ്റ്റ് എക്സിൻ്റെ പവറോ 0 1 2 3 എക്സെട്ര എൻ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ ഹോൾ പവർ എൻ ദാറ്റ് ഈക്വൽ ടു എൻ സി 0 പ്ലസ് എൻ സി 1 എക്സ് പ്ലസ് എൻ സി 2 എക്സ് സ്ക്വയർ പ്ലസ് എൻ സി 3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി എൻ എക്സ് പവർ എൻ. തൊട്ട് മുന്നത്തെ ടേം എന്തായിരിക്കും? എൻ സി എൻ മൈനസ് 1 എക്സ് പവർ എൻ മൈനസ് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഫിഷ്യൻറ്റ് കംപ്ലീറ്റ് ഞാൻ എടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് എൻ സി 0, നെക്സ്റ്റ് എൻ സി 1, നെക്സ്റ്റ് എൻ സി 2, നെക്സ്റ്റ് എൻ സി 3, നെക്സ്റ്റ് എൻ സി 4 എക്സെട്ര എൻ സി എൻ മൈനസ് 1 എൻ സി എൻ. ഇനി ടേം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ കംപ്ലീറ്റ് 0 എഴുതാൻ പോവാം. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണ് അല്ലേ? ഫസ്റ്റ് ടേം എൻ സി 0, സെക്കൻഡ് ടേം എൻ സി 1, തേർഡ് ടേം എൻ സി 2, ഫോർത്ത് ടേം എൻ സി 3 എക്സെട്ര. ലാസ്റ്റ് ടേമോ? ഈ സീക്വൻസിലെ ലാസ്റ്റ് ടേമോ അങ്ങനെ 0 ആയിക്കൊണ്ടിരിക്കുക അല്ലേ? ലാസ്റ്റ് ടേം 0 ആയിരിക്കും. ലാസ്റ്റ് ടേം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എൻ സി എൻ കഴിഞ്ഞ ശേഷം ഞാൻ കംപ്ലീറ്റ് 0 0 0 എക്സെട്ര. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണ് അല്ലേ? ഈ സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണ്? 1 പ്ലസ് എക്സ് പവർ എൻ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്താ ചെയ്യണത്? എക്സ് ഇൻറ്റു എക്സ് പവർ എൻ പ്ലസ് 1, നെക്സ്റ്റ് 0 ഇൻറ്റു എക്സ് പവർ എൻ പ്ലസ് 1, നെക്സ്റ്റ് 0 ഇൻറ്റു എക്സ് പവർ എൻ പ്ലസ് 2 പ്ലസ് എക്സെട്ര. ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആയി. അതുകൊണ്ട് ഈ സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണത് 1 പ്ലസ് എക്സ് ഹോൾ പവർ എൻ. ഓക്കെ, തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതിൻ്റെ രണ്ട് സൈഡും ഞാൻ ഒന്ന് ഡെറിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഈ ഫംഗ്ഷൻ ദാറ്റ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡെറിവേറ്റീവ് ചെയ്ത് നോക്കാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെയും ഡെറിവേറ്റീവ് ചെയ്തു,
ഇവിടെയും ഡെറിവേറ്റീവ് ചെയ്തു. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ്. എന്താണ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്? നമുക്ക് വേണമെങ്കിൽ 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സിനെ 1 മൈനസ് എക്സ് ഓൾ പവർ -1 എഴുതാം അല്ലേ? ഇത് തന്നെയാണ് 1 മൈനസ് എക്സ് ഓൾ പവർ -1. അത് തന്നെയാണ് എന്ത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യാൻ സിമ്പിളാണ് അല്ലേ? ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ രീതിയിലേക്ക് മാറ്റി എഴുതി ഇതിനെ ഡെറിവേറ്റീവ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് -1 ഇൻറ്റു 1 മൈനസ് എക്സ് ഓൾ പവർ -2 ഇൻറ്റു -1 അല്ലേ? എക്സ് പവർ n ആണെങ്കിൽ എന്താണ് n ഇൻറ്റു എക്സ് പവർ n-1. ദർഫോർ -1 ഇൻറ്റു 1 മൈനസ് എക്സ് ഓൾ പവർ -1 വീണ്ടും ഒരു -1 കുറയ്ക്കണം അല്ലേ? അല്ലെങ്കിൽ 1 കുറയ്ക്കണം. ദാറ്റ് ഈസ് -2. നെക്സ്റ്റ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് -1. മൈനസ് പ്ലസ് ആയി. ബാക്കി എന്താണുള്ളത് 1 മൈനസ് എക്സ് ഓൾ പവർ -2 അല്ലേ? ഓൾ പവർ -2 പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഓൾ സ്ക്വയർ. ഇവിടെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴോ ദാറ്റ് ഈക്വൽ ടു ഇവിടെ 1ൻ്റെ ഡെറിവേറ്റീവ് 0 സെക്കൻഡ് ടേം, അടുത്തത് 1 പ്ലസ് ഇവിടെ 2x പ്ലസ് നെക്സ്റ്റ് 3x സ്ക്വയർ നെക്സ്റ്റ് 4x³ പ്ലസ് എക്സെട്ര. ഓക്കെ, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x³ പ്ലസ് എക്സെട്ര. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഈ ടേംസ് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 എക്സെട്ര ഇതൊരു സീക്വൻസ് ആണ് അല്ലേ? ഇതിൻ്റെ കറസ്പോണ്ടിങ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താ 1 പ്ലസ് 2x പ്ലസ് 3x² പ്ലസ് 4x³ പ്ലസ് എക്സെട്ര അല്ലേ? അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് എന്താണ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് എന്ത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. എന്താ ചെയ്തേ? നമുക്ക് അറിയാവുന്ന ഒരു സീരീസ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് x³ പ്ലസ് എക്സെട്ര. രണ്ട് സൈഡും ഡെറിവേറ്റീവ് ചെയ്തു. ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്തായി 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആയി. റൈറ്റ് സൈഡ് 1 പ്ലസ് 2x പ്ലസ് 3x² പ്ലസ് 4x³ പ്ലസ് എക്സെട്ര ആയി. അതിലെ കറസ്പോണ്ടിങ് സീക്വൻസ് കളക്ട് ചെയ്തു അല്ലേ? അതുകൊണ്ട് ഈ സീക്വൻസിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് ഇത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ജനറേറ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ജനറേറ്റീവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സീക്വൻസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് അല്ലേ? കറസ്പോണ്ടിങ് ടേംസ് ആ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഫസ്റ്റ് എന്തായിരിക്കണം? കോൺസ്റ്റൻറ്റ് ടേം ആയിരിക്കണം. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി വിചാരിക്കുക, എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് x⁵5 പ്ലസ് എക്സെട്ര. ഇതൊരു ഫംഗ്ഷൻ f(x) എന്നെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് എന്താ 1 1 ആണോ? അല്ല, ഫസ്റ്റ് എപ്പോഴും എഴുതേണ്ടത് കോൺസ്റ്റൻറ്റ് ടേം ആണ്. അതിവിടെ ഇല്ല അല്ലേ? ഇല്ലാത്തതുകൊണ്ട് 0 പ്ലസ് എന്ന് എഴുതാം. അപ്പോൾ 0, സെക്കൻഡ് എക്സിൻ്റെ കോഫിഷ്യൻറ്റ് ദാറ്റ് ഈസ് 1, തേർഡ് x² കോഫിഷ്യൻറ്റ് ദാറ്റ് ഈസ് 1, നെക്സ്റ്റ് x³ കോഫിഷ്യൻറ്റ് ദാറ്റ് ഈസ് 0, നെക്സ്റ്റ് x⁴ കോഫിഷ്യൻറ്റ് ദാറ്റ് ഈസ് 0, നെക്സ്റ്റ് x⁵ കോഫിഷ്യൻറ്റ് ദാറ്റ് ഈസ് 1 എക്സെട്ര. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അല്ലാതെ ഒരു ഫംഗ്ഷൻ ഒരു സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ കോഫിഷ്യൻറ്റ് പെട്ടെന്ന് എടുത്ത് എഴുതാനല്ല പറയുന്നത്, ഈ ഓർഡറിൽ തന്നെ എഴുതണം. ഫസ്റ്റ് ടേം എന്തായിരിക്കണം? കോൺസ്റ്റൻറ്റ് ടേം ആയിരിക്കണം. സെക്കൻഡ് ടേം എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയിരിക്കണം. തേർഡ് ടേം x² കോഫിഷ്യൻ്റ് ആയിരിക്കണം എക്സെട്ര. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? 1 പ്ലസ് x² പ്ലസ് x³ പ്ലസ് എക്സെട്ര. ഞാൻ രണ്ട് സൈഡും ഒരു എക്സ് കൊണ്ട് ഗുണിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഈക്വൽ ടു ഇതിനെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ ഓരോ ടേമിനെയും എക്സ് കൊണ്ട് ഗുണിക്കണം അല്ലേ? ദാറ്റ് ഈസ് എക്സ് പ്ലസ് x² പ്ലസ് x³ പ്ലസ് x⁴ പ്ലസ് എക്സെട്ര. ദർഫോർ ഈ ഫംഗ്ഷൻ എന്താണ്? ഒരു സീക്വൻസിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്. ഏതാണ് ആ സീക്വൻസ്? ദാറ്റ് ഈസ് 0 അല്ലേ? കോൺസ്റ്റൻറ്റ് ടേം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. അടുത്ത 1, നെക്സ്റ്റ്
1, next 1, next 1, etc. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് എന്ത്, എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ഓക്കെ, ഈ ചെറിയ ടോപ്പിക്ക് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എന്താണ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, എന്താണ് ഒരു സീക്വൻസിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് പ്രോബ്ലംസ് തരാം. ദാറ്റ് ഈസ് ഫൈൻഡ് ആൻഡ് ഡിറ്റർമിൻ the sequence generated by determining the sequence generated by each of the following generating function. First question, f of x equal to 2x minus 3 whole cube. Second question, f of x equal to x raised to 4 divided by 1 minus x. Third question, f of x is equal to x cube divided by 1 minus x square. Fourth question, f of x equal to 1 divided by 1 plus 3x. Next, fifth question, f of x equal to 1 divided by 3 minus x. Next, sixth question, f of x equal to 1 divided by 1 minus x plus 3x raised to 7 minus 11. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്. എങ്ങനെ എഴുതാം, ഇതിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച്, ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കോഫിഷ്യൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് കിട്ടും. ഇതിനെങ്ങനെ എഴുതാം, നമുക്കറിയാം 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് അറിയാം. രണ്ട് സൈഡിലും എക്സ് റേസ് ടു 4 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ കിട്ടി. അതുപോലെ തന്നെ ഇതിനെങ്ങനെ എഴുതാം, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് 1, എന്താ എക്സ് കിടക്കുന്ന അവിടേക്ക് എന്ത് ചെയ്തു, എക്സ് സ്ക്വയർ എഴുതാം അല്ലേ. ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സെട്ര. എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ കിട്ടി. എന്നിട്ട് അതിന് എന്ത് ചെയ്യാം, കറസ്പോണ്ടിങ് സീക്വൻസ് എടുത്ത് എഴുതാം. ഇവിടെയോ ഇതും നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ഫംഗ്ഷനാണ്. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. എന്താണ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ്, ദാറ്റ് ഈസ് 1 ആൾട്ടർനേറ്റിംഗ് മൈനസ് വരും. ശരിക്കും 1 മൈനസ് എക്സ് എന്ന അല്ലേ, ഇതാണ് 1 പ്ലസ് എക്സ് ആയത്. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ദാറ്റ് ഈസ് ഇവിടെ എക്സ് എവിടെ ഉണ്ടോ അവിടേക്ക് എന്ത് ചെയ്യാം, മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് സീരീസ് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് 1 എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു, മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ഇനി എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. ഇവിടെ മൈനസ് എക്സ് വരും, ഇവിടെ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ വരും. അപ്പോൾ അത് എന്തായി, പ്ലസ് വരും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. ഇവിടെ എന്ത് വരും, മൈനസ് എക്സ് ഹോൾ ക്യൂബ്, അവിടെ മൈനസ് വരും, എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര അല്ലേ. എന്നിട്ട് ഇതാണിത് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ്. ആ എക്സിൻ്റെ സ്ഥാനത്ത് 3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഈ ആൻസർ കിട്ടും. ഇവിടെ എങ്ങനെ ചെയ്യാം, ഇവിടെ 1 ഡിവൈഡഡ് ബൈ 3 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് എക്സ് ബൈ 3 കിട്ടും. ഈ 1/3 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ എക്സ്പാൻഷൻ തൊട്ട് മുന്നത്തെ പോലെ ചെയ്യാം അല്ലേ. അതേപോലെ ഇതെല്ലാം ഈ 6 ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള വർക്കാണ്. ഇന്ന് നിങ്ങൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.